അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ AR ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പുതിയൊരു അനുഭവമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളൊരു വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പോരെ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ആലപ്പുഴ ഓവർ ബ്രിഡ്ജ് വഴി കൊല്ലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് കണ്ടോ, ആലപ്പുഴയിലെ മറ്റേ ലൈറ്റ് ഹൗസാണ്. ഇതുവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ലൈറ്റ് ഹൗസ്. ഇതാണ് കടൽ തീര സൈഡിലെല്ലാം കണ്ടോ. ഞങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങളും കാഴ്ചകളും അവിടെ നിങ്ങൾ പകർത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മുഴുവനായിട്ട് കണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാം കണ്ടുകൊണ്ട് പോരെ. അതിൻ്റെ അമ്പലവും പിന്നെ സൈഡിൽ വണ്ടികൾ യാത്ര ചെയ്യുന്നു. ആലപ്പുഴ ബ്രിഡ്ജ് വഴി ഞങ്ങളെ അടുത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഓച്ചിറ മുക്കാമിലേക്കാണെങ്കിൽ കടന്ന് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അനിയൻ്റെ വീട് വരെ ഒന്ന് പോവാണ്. അവൻ കൊല്ലത്താണ് താമസിക്കുന്നത്. കൊല്ലം പാരിപ്പള്ളി തിരുവനന്തപുരം അതിൻ്റെ ഇടയ്ക്കായിട്ട് വരും. നമ്മുടെ സൈഡിലെ കാഴ്ചകളുണ്ടോ, അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലുമായ അതിമനോഹരമായ കാഴ്ചകൾ. റോഡൊക്കെ നല്ല അതിമനോഹരമാണ്. എൻ്റെ കൊല്ലം ഞങ്ങളുടെ കൊല്ലം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇന്നുണ്ട്, ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ചെറിയൊരു ബ്ലോഗായിട്ട്. ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ച്. എല്ലാ ജില്ലകളിലും ഓരോ ബീച്ചിനും വ്യത്യസ്തമായ അനുഭവം നമുക്കുണ്ടല്ലോ. ഇവിടെ വെച്ച് തിരമാലിച്ച് ശക്തമായിട്ടാണ് അടിക്കുന്നത്. എന്താ അവിടെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഞങ്ങൾ അനിയന്മാരെയൊക്കെ അവിടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി അവിടെ എല്ലാം ഉണ്ട്. കൊച്ചു ഡാൻസ് കളിക്കുക. ഞങ്ങൾ അനിയന്മാർ അവിടെ നിന്നെല്ലാം ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട്. ആ കല്ലിൻ്റെ മണ്ടയിൽ കൂടെ തിരമാല ഇങ്ങനെ അടിച്ചു കയറും. അങ്ങനെ ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. മെയിൻ റോഡ് വഴി പോയ ബ്ലോക്കും ഓവർ ബ്രിഡ്ജും ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ട് വഴി ഞങ്ങൾ പോവാണ്. മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ കൂരകളാണ്. അവരെല്ലാം കടലിൽ പോയി ഉച്ച സമയത്ത് അവിടെ വിശ്രമിക്കുന്ന കാഴ്ചകളാണ്. സൈഡ് മൊത്തം ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് അവർ വെള്ളത്തിൽ പോയി വലയൊക്കെ ഉണ്ട്, മീനൊക്കെ കരക്കടിപ്പിക്കുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം വിശാലമായിട്ട് കിടക്കുന്നു കടൽ. എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്ത കാഴ്ചകളിൽ ഒന്നാണ് കടലെന്ന് പറയുന്നത്. അതെല്ലാ ബീച്ചുകളിലും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഉള്ള കാഴ്ചകളാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. എന്നാലും ഞങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളും പുതിയ പുതിയ കാഴ്ചകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. സൈഡിൽ വള്ളങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുക. കടലിലേക്ക് ഇപ്പം ചാകര വന്നാലും ഉള്ളിലേക്ക് പോയി മീനുകളൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ കണ്ട് പോവാണ്. ഇതും സൈഡിൽ തെട്ടകളും കടൽ കയറി അയക്കാനുള്ള സംഭവങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ട്. സൈഡുകളിലെല്ലാം വള്ളം കാണും, മത്സ്യത്തൊഴിലാളികളും എല്ലാം ഉണ്ട്. അവിടുത്തെ പിള്ളേരെ അവിടെ നിന്ന് ഇപ്പുറത്തെ അവരുടെ മീനാട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ കച്ചവടക്കാരും ഉണ്ട്. എല്ലാ ബീച്ചുകളിലും ഉണ്ടല്ലോ കച്ചവടക്കാരും മറ്റും. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ വോയിസ് ഇട്ടുകൊണ്ട് നമുക്ക് അവസാനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി പറയാനൊക്കെ കഴിയും. എന്നാലും നിങ്ങൾ നേരിട്ട് കണ്ടു അതിമനോഹരമായ കാഴ്ചകൾ അവസാനങ്ങൾ കാണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ച് റോഡ് ഇങ്ങനെ കണ്ടെത്താത്ത ദൂരത്തോടെ ഞങ്ങൾ കടൽ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എത്ര ഓടിയിട്ട് എന്താ കടൽ തിരമാലകൾ അല്ലാത്തവർ ഇറങ്ങുന്നുണ്ട്. അവിടെ ഗൈഡൊക്കെ ഉണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ അവർ രക്ഷിക്കും. അങ്ങനെ ഇങ്ങനെ യാത്ര വെച്ചുകൊണ്ടിരിക്കുക. സൈഡുകളിൽ ഓരോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്. കടലിൽ ഇറങ്ങുന്ന ബീച്ച് ഇറങ്ങാനും അങ്ങനെ കുറേ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അനിയനും ഞങ്ങൾ വഴി കാണിച്ചു തരും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവഴി പോകുന്നത്. കാരണം മെയിൻ റോഡ് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികൾ ഫ്രഷ് മീൻ കടലിൽ പൊരുവലയിട്ട് കൂരി ഇവിടെ തന്നെ കുടഞ്ഞ് കിട്ടും. ആ സൈഡിൽ മൊത്തം ഇങ്ങനെ കിടക്കുക. അനിയൻ ഞങ്ങളെ വഴി കാണിച്ച് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉണ്ട് മത്സ്യത്തൊഴിലാളികൾ എല്ലാം ഇട്ടിട്ട് അവിടെ തന്നെ കച്ചവടം നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഉണക്കമീനും ഫ്രഷായിട്ട് കിട്ടും. കാരണം കെമിക്കലൊന്നും ചേർക്കാതെയും വലിയ വിലയൊന്നുമില്ല ഉണക്കമീനും മറ്റും. ആ സൈഡുകളിൽ ഓരോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. അവിടെ ഉണക്കി അവർ ഫ്രഷായിട്ട് തരും. അതിന് ഉപ്പുകല്ലൊന്നും അതിൻ്റെ അത് ഇട്ടിട്ട് പോലും ഇടുന്നു. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എൻഡിങ് എവിടെയാണെന്ന് അവസാനിക്കാതെ ഇങ്ങനെ ഒരുപാട് യാത്രയുണ്ട്. ഇടയ്ക്ക് കട്ട് ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതാണ് അവിടുത്തെ ഒരു ഹോൾസെയിൽ കട. ചെരുപ്പും ബാഗും മറ്റും ഒരുപാട് ഐറ്റംസ് ഇവിടുത്തേക്കാണ്ട് വില കുറച്ച് നമുക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റും. എന്തായാലും ഞങ്ങളുടെ അനിയൻ അവിടെ ഒരു കച്ചവടമുണ്ട്. ഇവിടെ നിന്നാണ് അവൻ സാധനം എടുക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച ഏതോ ഒരു മുക്കിലാണ് ഈ കട. ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. കുറേ ലേഡീസ് ബാഗുകൾ കണ്ടോ. അതൊക്കെ നമുക്ക് ഹോൾസെയിൽ വിലയ്ക്കാണെങ്കിൽ ഒരു നിശ്ചിത വിലയിട്ട് തരും, അല്ലാതെ അവർ റീറ്റെയിലായിട്ടും വിൽക്കുന്നുണ്ട്. എന്തായാലും ചെന്നതല്ലേ, ഞങ്ങൾ കുറച്ച് ബാഗ് എടുത്ത് നമ്മുടെ ചങ്ങനാശ്ശേരിയിട്ട് കച്ചവടം ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ബാഗൊക്കെ സെലക്ട് ചെയ്യുക. എല്ലാം കൂടെ വേണമല്ലോ, മുമ്പോട്ട് പോകണമല്ലേ. ഹോൾസെയിൽ വിലയാണ് നമുക്ക് ഒരു നിശ്ചിത വിലയിട്ട് കണ്ടതുണ്ട്. അതിമനോഹരമായ ബാഗുകളാണ്, നമ്മൾ കാണാത്ത സൈസൊക്കെ ഉണ്ട്. ഇവിടെ റീറ്റെയിൽ വിലയ്ക്ക് ആണെങ്കിലും ഭയങ്കര വിലയാണ്. ഹോൾസെയിലാകുമ്പോൾ ഒരു കച്ചവടത്തിന് സംബന്ധമായിട്ട് വരും. അനിയൻ ഇവിടെ പോയി എടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് മറ്റേ സ്ഥലങ്ങളിൽ പോയി കച്ചവടം നടത്തുന്നത്. എന്തായാലും വന്ന വഴിയല്ലേ നമുക്കും കുറച്ചെടുക്കാമെന്ന് വെച്ച് ഇവിടെ ഇട്ട് വയ്ക്കാമെന്ന് കരുതി ഞങ്ങൾ ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങുവാണ്. മുമ്പോട്ട് പോകാൻ നിങ്ങളെല്ലാം സഹകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ കുടകളും മറ്റും എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടത്തേനെക്കാട്ടി വലിയൊരു മണ്ടയ്ക്കും എല്ലാം ഉണ്ട്. മോനൊരു തൊപ്പി എടുത്തുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആഗ്രയിൽ എത്തിയെന്ന് താജ്മഹൽ കാണാൻ, എന്നാലല്ല. ഇത് നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയാണ്. ഉണ്ടോ, താജ്മഹലിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ. ആഗ്രയിലൊന്നും പോയി താജ്മഹലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇത് കണ്ട് ആശ്വസിക്കുക. പിന്നെ ഇതുപോലെ ഇവിടെ വന്നാൽ നമ്മളെ ബർക്കത്ത് നമുക്ക് കിട്ടും. നല്ല ശുഹദാക്കളൊക്കെ അടങ്ങിയ സ്ഥലങ്ങളാണ്. അതിമനോഹരമായ താജ്മഹലിൽ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മുടെ ശേഖന്മാരടങ്ങിയിരിക്കുന്നത്. അവിടെ കയറി ഒരു യാസീനെ നേർച്ചയൊക്കെ ഇട്ട് പോകും. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളിൽ ആ പോകുന്ന വാക്കിലെല്ലാം വിശ്വസിച്ചും പടച്ചവനെയൊക്കെ വിളിച്ച് പോകണമല്ലോ. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ, നമ്മുടെ താജ്മഹലിലുള്ള പ്രതിനിധി പോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുട്ടി കേട്ടോ, ഒരു നല്ല ഇരുട്ടി. അവിടെ നിന്ന് ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്ക് വരിക. സൈഡിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അമ്പലത്തിൻ്റെ മറ്റു കണ്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ റോഡ് സൈഡിൽ നമ്മുടെ കൊല്ലം NH നാഷണൽ ഹൈവേ കൊണ്ടിരിക്കുന്നത്. നല്ല ദൂരം, നമുക്ക് ഒരു കാറിലും മറ്റും പോകാനുള്ള ദൂരമുണ്ട്. ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.